മരണശയ്യയിൽ കിടക്കുന്ന ആ മനുഷ്യനെപ്പറ്റി ഞാൻ ഓർത്തുപോയി. ഒരു കാലത്ത് ജീവനു തുല്യം സ്നേഹിച്ച് ഒരേ ഹോസ്റ്റലിൽ ഒരേ മുറിയിൽ കഴിച്ചുകൂട്ടിയവരാണ്. നീണ്ട കൊല്ലങ്ങളിലെ ഓർമ്മകൾ. ആ മനുഷ്യൻ മരിച്ചുപോകും എന്നോർക്കുമ്പോൾ പെട്ടെന്നൊരു നടുക്കമുണ്ടാകുന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഗോവിന്ദൻകുട്ടിയുടെ കാര്യം കുറച്ച് സംശയമാണ്. സാധാരണ ഒരു ഡോക്ടർ അങ്ങനെ തുറന്ന് പറയുകയില്ല. മരിക്കുമെന്ന് നല്ല അറിവുണ്ടായിരുന്നാൽ പോലും സാരമില്ല, ഏറിയാൽ ഒരാഴ്ച കൂടി കിടക്കേണ്ടി വരും. പക്ഷേ എനിക്ക് നന്നായി അറിയാവുന്ന ആ ഡോക്ടർ എന്നിൽ നിന്നൊന്നും മറച്ചുവെച്ചില്ല. ഇനി ചികിത്സിച്ചിട്ട് പ്രയോജനമില്ല. കാര്യമേതാണ്ടൊക്കെ തിട്ടപ്പെട്ടു കഴിഞ്ഞു. ആ പുതിയ അറിവ് എന്നെ വേദനിപ്പിച്ചു. മിസ്റ്റർ പണിക്കർ, വേണമെങ്കിൽ ഒരു ഗ്ലൂക്കോസ് ഇഞ്ചക്ഷൻ കൊടുത്തേക്കാം, ശ്വാസം വലിക്കുമ്പോൾ വേദന അനുഭവപ്പെടാതിരിക്കാൻ. ഡോക്ടർ എന്തോ ആലോചിക്കുന്ന മട്ടിൽ പെട്ടെന്ന് ആ വാചകം നിർത്തിക്കളഞ്ഞു. ഗോവിന്ദൻകുട്ടി മരിച്ചുപോകും. ഈ ആഴ്ചയുടെ അവസാനത്തിലോ അല്ലെങ്കിൽ ഇന്നോ നാളെയോ മരിക്കാം. ഒരുപക്ഷെ അടുത്ത മണിക്കൂർ, ചിലപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സംഭവിച്ചുവെന്ന് വരാം. മരണം അത്രമാത്രം അടുത്താണ് നിൽക്കുന്നത്. മരണം അരികിൽ വന്ന് നിൽക്കുന്നതായ വിവരം ഗോവിന്ദൻകുട്ടിക്ക് അറിവുണ്ടോ? കാറ്റാടി മരത്തിന്മേലിരുന്ന് കാക്കകൾ കർണകഠോരവും അതേസമയം ദയനീയവുമായൊരു സ്വരം പുറപ്പെടുവിക്കുന്നുണ്ട്. അവ ചേക്കണയാൻ പോവുകയാണ്. അസ്തമയം. ആകാശത്തിൽ നിറയെ വാടിവീണ ചുവന്ന പൂവരശു പൂക്കളാണ്. കുരുതി കഴിഞ്ഞ ഒരു ഉൾനാടൻ കാവുപോലെ വാടിവീണ ആ പൂക്കളുടെ വർണ്ണം തളം കെട്ടി നിൽക്കുന്ന ചോര പോലെയുണ്ട്. ആ കടും ചുവപ്പു വർണ്ണത്തിനിടയിലൂടെ കാണുന്ന കറുത്ത മേഘപാളികൾ എന്തോ ആ കാഴ്ചയിൽ വളരെ പന്തികേടുള്ളതായി തോന്നി. എന്തിന്റെയോ ഒരു ക്രൂരമായ ശൂന്യത അവിടെ തളം കെട്ടി നിൽക്കുകയാണ്. ഒരു ദിവസം ഇവിടെ അസ്തമിക്കാൻ പോവുകയാണ്. ഇനി ഈ ദിവസം ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. പ്രപഞ്ചവൃക്ഷത്തിന്റെ ഒരില കൂടി കൊഴിഞ്ഞു. ഡോക്ടർ അവസാനമായി പറഞ്ഞ വാക്കുകളെപ്പറ്റി വീണ്ടും ഓർത്തുപോയി. വേണ്ടപ്പെട്ടവർ ആരെങ്കിലുമുണ്ടെങ്കിൽ വേഗത്തിൽ അറിയിച്ചോളൂ. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.